പുരുഷനായി വളർന്ന സ്ത്രീ, രഹസ്യവിവാഹം, ഒടുവിൽ ഒരു യക്ഷനിൽ നിന്നും ലഭിച്ച അപൂർവ വരദാനം. ആരായിരുന്നു ശിഖണ്ഡി? പണ്ട് കുട്ടികളില്ലാതിരുന്ന ദ്രുപദ രാജാവ് ഒരു സന്തതിക്കായി ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ശിവഭഗവാൻ അദ്ദേഹത്തെ താങ്കൾക്ക് ഒരു പുത്രിയുണ്ടാകും, എന്നാൽ അവൾ പുരുഷനായിരിക്കുമെന്ന് വിചിത്രമായി അനുഗ്രഹിച്ചു. കാലങ്ങൾക്ക് ശേഷം രാജ്ഞി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ശിഖണ്ഡി എന്ന് നാമകരണം ചെയ്തു. എന്നാൽ രാജാവ് അവളെ ഒരു ആൺകുഞ്ഞായി പ്രഖ്യാപിച്ചു. ആൺകുട്ടിയായി വളർത്തി. വിവാഹപ്രായമായപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ വിശ്വാസമർപ്പിച്ച് ദ്രുപദൻ ദശാർണത്തിലെ ഹിരണ്യവർണന്റെ പുത്രിയുമായി വിവാഹമുറപ്പിച്ചു. വിവാഹിതരായ ശേഷം ഉടനെ തന്നെ ദശാർണത്തിലെ രാജകുമാരി താൻ വിവാഹം ചെയ്ത ശിഖണ്ഡി ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞു. മകളിലൂടെ വിവരമറിഞ്ഞ രാജാവ് ഹിരണ്യവർണൻ ദ്രുപദനുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അപമാനിതയായ ശിഖണ്ഡി ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന സ്ഥൂണകർണൻ എന്ന യക്ഷൻ വസിക്കുന്ന വനത്തിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചു പുറപ്പെട്ടു. എന്നാൽ വനത്തിലെത്തി ചില കർമ്മങ്ങൾ ചെയ്ത് യക്ഷനെ പ്രീതിപ്പെടുത്തി. ശിഖണ്ഡിയുടെ അവസ്ഥ മനസ്സിലാക്കിയ യക്ഷൻ അവൾക്ക് തന്റെ പൗരുഷം നൽകി സ്വയം സ്ത്രീയായി മാറി. പുരുഷനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശിഖണ്ഡിയിൽ തൃപ്തനായ ഹിരണ്യവർണൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ അതേസമയം യക്ഷനെ കാണാനെത്തിയ കുബേരനെ യക്ഷൻ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ യക്ഷൻ സ്ത്രീയായും ശിഖണ്ഡി പുരുഷനായും തുടരാൻ ഇടവരട്ടെയെന്ന് അദ്ദേഹം ശപിച്ചു. ഒപ്പം ശിഖണ്ഡിയുടെ മരണശേഷം യക്ഷന് അവന്റെ ശരീരം തിരികെ ലഭിക്കുമെന്ന് ശാപമോചനവും നൽകി. അങ്ങനെ ശിഖണ്ഡി എന്നേക്കുമായി പുരുഷനായി മാറി. അംബയുടെ പുനർജന്മമായ അവൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മപിതാമഹന്റെ പതനത്തിന് കാരണമായി.